ഹലോ ഹാൾ. നമ്മൾ 9ാമത്തെ യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പ് കുറച്ച് നഹവിയായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നഹവ് എന്നൊക്കെ മാറിയിട്ട് ഒരു അങ്ങാടി, ഒരു സൂക്ക് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഒരു അങ്ങാടിയിൽ നമ്മൾ പൊതുവെ പോകുമ്പോൾ അവിടെ ഉള്ള വസ്തുക്കൾ, ഫ്രൂട്ട്സുകൾ ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, പിന്നെ അവിടെ കാണുന്ന ആളുകളോട് സംസാരിക്കേണ്ടി വരും, വാഹനത്തിൽ കയറേണ്ടി വരും, പണം കൊടുക്കേണ്ടി വരും തുടങ്ങിയ ഒരു അങ്ങാടിയിലേക്ക് ഒരു കുടുംബം പോവുകയും അവിടെ കുറച്ച് പർച്ചേസ് ചെയ്യുകയും തിരിച്ചു പോരുകയും ആയി ബന്ധപ്പെട്ടുള്ള ഒരു രണ്ട് മൂന്ന് സെന്റൻസുകളാണ്, അല്ലെങ്കിൽ രണ്ട് മൂന്ന് പാരഗ്രാഫുകളാണ്. അപ്പൊ ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട അറബി പദങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഇതില് ഈ ചാപ്റ്റർ മനസ്സിലാക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നഹ്വിയായ ഒരു ഭാഗം കൂടി ഉണ്ട്. അത് പ്രൊനൗണുകളെ കുറിച്ചാണ്, ലമീറുകൾ. അപ്പൊ ലമീറുകൾ എല്ലായിടത്തും ഒരേപോലെ ആകില്ല. നമ്മൾ മുമ്പ് ലമീറുകൾ പഠിച്ചിരുന്നു. ലമീറുകൾ പ്രൊനൗൺ വായിബാകുമ്പോഴുള്ള ലമീറുകള്, തസ്നിയാകുമ്പോൾ കൊടുക്കേണ്ട ലമീറുകള്, ജമ്മിന്റെ അവസരത്തിൽ കൊടുക്കേണ്ട ലമീറുകള്, അതിന്റെ മുഅന്നസ് ആകുമ്പോൾ മാറും, മുത്തകല്ലിം ആകുമ്പോൾ മാറും എന്നൊക്കെ പഠിച്ചു. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടിയാണ്. അപ്പൊ ഇവിടെ നമ്മള് ഈ അറബി ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ, വാക്കുകൾ പഠിക്കുക എന്നതും പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ ലമീറുകൾ എങ്ങനെയൊക്കെ ഏത് വാക്കുമായി വരുമ്പോഴാണ് അത് ദഹബു എന്ന് പറയുന്നത്, എപ്പോഴാണ് ദഹബത്ത് എന്ന് പറയുന്നത്, ആ കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യീകരിക്കുന്നത്. ഈ ലമീറുകളുടെ ഘടനാപരമായ അതിന്റെ ഉപയോഗം, ഇസ്തിമാലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം. മറ്റൊന്ന് കുറച്ച് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രയോഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഈ കണ്ടന്റിന്റെ ആശയം ഒന്ന് പറയാം. കാനൽ യോമു യോമു സബത്തി, അതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. വക്കാനൽ വക്തു വക്തൽ മസായി, ശനിയാഴ്ച ദിവസം അതിന്റെ സമയം ഒരു ഈവനിങ് ടൈമാണ്. വക്തൽ മസായി ഈവനിങ് ടൈം ആയിരുന്നു. ഇവിടെയൊക്കെ നഹവിയ ഒരുപാട് കാര്യങ്ങളാണ്, നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അറാദൽ വാലിദ്, പിതാവ് ഉദ്ദേശിച്ചു, ഐ യദ്ഹബ ഇല സൂഖ്, അങ്ങാടിയിലേക്ക് പോകാൻ. ഓക്കെ. ഖറജൽ വാലിദു, പിതാവ് പുറപ്പെട്ടു, മാ ഉസ്രത്ത്, എന്റെ ഫാമിലിയോട് കൂടെ, ഫി സയ്യാറത്തി, വാഹനത്തില്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരുപാട് ലമീറുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, അത് അറാദൽ വാലിദു ഐ യദ്ഹബ എന്നാണ്. അവിടെ പിതാവ് ഒരാളായത് കൊണ്ടാണ് യദ്ഹബ എന്ന് പറഞ്ഞത്. ഇനി അവിടെ വാലിദത്താണ് അൻ തദ്ഹബ എന്നാവും. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ യദ്ഹബു എന്ന് പറയേണ്ടി വരും. ഇവിടെ വാലിദ് ഒരാളായത് കൊണ്ടാണ് അൻ യദ്ഹബ എന്ന് പറഞ്ഞത്. ഇനി ഇവിടെയും ഖറജൽ വാലിദ് ഉണ്ട്, മാ ഉസ്രത്തി, ഹി നോക്കൂ, ഹി. ഈ നമ്മള് ലമീറുകൾ ഹി, ഹുമ, ഹും, ഹുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഹി എന്നുള്ളത് ഒരാളാണ്. ഖറജൽ വാലിദ് മാ ഉസ്രത്തി, തന്റെ, ആ പിതാവിന്റെ, വാലിദിന്റെ ഫാമിലിയോട് കൂടെ പുറപ്പെട്ടു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഹി എന്ന് മാത്രം പറഞ്ഞത്. അവിടെ രണ്ടുപേരാണെങ്കിൽ മാ ഉസ്രത്തി ഹിമ എന്ന് പറയേണ്ടി വരും. ഒരുപാട് ആളുകളാണെന്നുണ്ടെങ്കിൽ മാ ഉസ്രത്തി ഹിം എന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരാളായത് കൊണ്ടാണ് മാ ഉസ്രത്തി ഹി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പുറത്ത് നോക്കുക, ജലസത്തിൽ ഉമ്മ ഇരുന്നു എന്നാണ്. ഇവിടെ നേരെ അറാദൽ വാലിദു അവിടെ തായില്ല, ഹറജൽ വാലിദുവിന്റെ അവിടെയും തായില്ല. പക്ഷെ നേരെ മറിച്ച് ജലസത്തിൽ ഉമ്മ ഇരുന്നു എന്ന് പറയുമ്പോൾ അവിടെ താ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഉമ്മ മുഅന്നസ് ആണ്. അപ്പൊ മുഅന്നസ് ആയ ഒരു പദം, മുഅന്നസ് ആയ ഒരു വാക്ക്, ഒരു ഫായില് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പുള്ള ഫെയിലിന് താ കൊടുക്കലാണ് അറബി നിയമപ്രകാരം ഉള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പോകേണ്ടത്. ഇപ്പൊ ശനിയാഴ്ച ദിവസം വൈകുന്നേര സമയത്ത് പിതാവും മാന്റെ ഫാമിലിയോട് കൂടെ മാർക്കറ്റിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു. ഉമ്മ ഇരുന്നു, മാൽ വാലിദ്, പിതാവിന്റെ കൂടെ, അലൽ മക്കാദിൽ അമാമി, ഫ്രണ്ട് സീറ്റില്. മക്കാദിൽ അമാം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റ്. പിന്നെ ജലസൽ ഇബിനു വൽ ബിന്തു, ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. രണ്ടു പേരും ഇരുന്നു, അലൽ മക്കാദിൽ ഖൽഫി, പിൻ സീറ്റില്. മക്കാദുൽ ഖൽഫ് എന്ന് പറഞ്ഞാൽ പിൻ സീറ്റ്. അങ്ങനെ വാ തഹറക്കത്തിൽ സയ്യാറത്തു, വാഹനം ചലിക്കാൻ തുടങ്ങി. അത് നോക്കുക, തഹറക്കത്തിൽ സയ്യാറത്തു, സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് തഹറക്കത്ത് എന്ന് പറഞ്ഞത്. വലമ്മ വസലത്തി സയ്യാറത്ത്, വാഹനം എത്തി, ഫി കൽബിൽ മദീനത്തി, സിറ്റിയുടെ നടുവിലെത്തി. കൽബ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്, ഹാർട്ട് ഓഫ് സിറ്റിയിലെത്തി. അവിടെ നോക്കുക, വലമ്മ വസലത്തി സയ്യാറത്തു, സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് വസലത്ത് എന്ന് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ വസല എന്ന് പറഞ്ഞാൽ മതി. വലമ്മ വസനത്ത് സയ്യാറത്ത്, വാഹനം എത്തിയപ്പോൾ, ഫിൽ കൽബിൽ മദീനത്തി, ആ സിറ്റിയുടെ നടുവിൽ എത്തിയപ്പോൾ, ഔഖഫൽ വാലിദു, പിതാവ് നിർത്തിപ്പിച്ചു, ആ സയ്യാറത്തെ, വാഹനത്തെ, ഫി മൗഖിഫി സയ്യാറാത്തിനാല്, വാഹനം നിർക്കുന്ന ബസ് സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റോപ്പിൽ. മൗഖിഫ് സയ്യാറ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ്. അപ്പൊ ഹറജു, അവരെല്ലാവരും പുറപ്പെട്ടു, ഇറങ്ങി, മിനൽ സയ്യാറത്തി, വാഹനത്തിൽ നിന്ന്, വദഖലു, അങ്ങനെ അവരൊക്കെ പ്രവേശിച്ചു, ദുക്കാൻ, ഒരു കടയിൽ പ്രവേശിച്ചു. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ മുമ്പ് പഠിച്ചത്
അറാദ, ഹറജ, അങ്ങനെ പിന്നെ ഹറജത്ത്, ജലസത്ത്, അത് മാത്രമായിരുന്നു. ഇപ്പൊ ഇവിടെ ആ സെന്റൻസിന്റെ മേക്കിംഗ് തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ ഹറജു എന്നായിട്ടുണ്ട്. നോക്കൂ, ഹറജു, അവർ. അപ്പൊ ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ഹറജു എന്നാണ് പറയേണ്ടത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഹറജു എന്നുള്ളത് പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്ഥലത്ത് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ ഹറജു എന്നാണ് പറയേണ്ടത്, ഹറജിന എന്ന് പറയില്ല. അവിടെ നേരെ സ്ത്രീകൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഹറജിന എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്. അപ്പൊ പുരുഷന്മാർ ആ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ മൊത്തമായിട്ട് പൊതുവെ പുരുഷന്മാരുടെ പുരുഷാധിപത്യമാണല്ലോ. അപ്പൊ അതാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. ഹറജു, അവരൊരുപാട് പേര്, അവരെല്ലാവരും, വദഖലു, അവരെല്ലാവരും പ്രവേശിച്ചു. ഓഫീസൂക്കി, അങ്ങാടിയില് മാർക്കറ്റിലെത്തിയപ്പോൾ ദഹബത്തുൽ ഉമ്മു ഇലാ മഹല്ലി ബായി സിയാബി, ഉമ്മ നേരെ പോയത് ബായി സിയാബ്, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് പോയത്, ഒരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പൊ ഇവിടെയും ദഹബത്തിൽ ഉമ്മു എന്നാ പറഞ്ഞത്. ദഹബത്ത്, ഉമ്മു മുഅന്നസ് ആയതുകൊണ്ടാണ് ദഹബത്ത് എന്നായത്. ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അൽ ബായു, അങ്ങനെ ഡ്രസ്സ് വിൽക്കുന്ന ആള് ഇവരെ സ്വാഗതം ചെയ്യണം. മർഹബൻ ബിക്കും, വാം വെൽക്കം. അയ്യുഹുദിമ, എനി ഹെൽപ്പ്. അയ്യുഹുദിമ പൊതുവെ ഈ അറബികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഡു യു ഹൗ കാൻ ഐ ഹെൽപ്പ് യു നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെ അവർ ചോദിക്കുന്നതാണ് അയ്യുഹുദിമ, എനി ഹെൽപ്പ്. അപ്പൊ ഉമ്മ പറയാണ്, ഉരീദു ഖമീസൻ ഇബ്നി ഹാദ, എന്റെ ഈ മകന് ഒരു വസ്ത്രം ആവശ്യമുണ്ട്, കമീസ് ആവശ്യമുണ്ട്. മിൻ ഫദ്ലിക്, പ്ലീസ്. മിൻ ഫദ്ലിക് നോട്ട് എഴുതേണ്ട ഒരു നല്ലൊരു പ്രയോഗമാണ്. മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞാല് പ്ലീസ്, പ്ലീസിനാണ് മിൻ ഫദ്ലിക് എന്ന് പറയാം. അയ്യുഹുദിമ, എനി ഹെൽപ്പ്. മിൻ ഫദ്ലിക്, പ്ലീസ്. ഇതൊക്കെ നല്ല നല്ല സെന്റൻസുകളാണ്, ഇസ്തിമാലാത്തുകളാണ്. പിന്നെ ഇവിടെ ഒരു നഹ്വിയായ ഒരു കായിക, ലീബിനി ഹാദ, ആൺകുട്ടി ആയതുകൊണ്ടാണ് ഹാദ എന്ന് പറഞ്ഞത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ലീബിനത്തി, എന്റെ പെൺകുട്ടിക്ക് വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലീബിനത്തി ഹാദിഹി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഹാദ എന്ന് പറഞ്ഞത് മുദക്കർ ആയതുകൊണ്ടാണ്. അപ്പൊ അൽ ബായി, ആ വൽപ്പനക്കാരൻ പറയാണ്, എന്തി, എന്റെ അടുക്കലുണ്ട് അൻവാമിൽ കുംസൻ, ഒരുപാട് ഐറ്റംസുകളുള്ള കമീസുകളുണ്ട്. കമീസിന്റെ ജമാണ് കുംസാന്. ഫി മുഖ്തലിഫിൽ അൽവാന്, വ്യത്യസ്തമായ കളറുകളിലുള്ള, ലൗന് അൽവാന് കളറ്. ഹാദ കമീസുൻ അബിയദ്, ഇത് വെള്ള വൈറ്റ് കമീസാണ്. വഹാദ അസ്റഖ്, ഇത് ബ്ലൂ കമീസാണ്. വഹാദ അഹ്മർ, ഇത് റെഡ് കമീസാണ്. വഹാദ അഹ്ലർ, ഇത് ഗ്രീൻ കമീസാണ്. അപ്പൊ കളറുകളാണ്. അബിയദ് എന്ന് പറഞ്ഞാൽ വൈറ്റിനാണ് പറയാ, അസ്റഖ് എന്ന് പറഞ്ഞാൽ ബ്ലൂവിനാണ് പറയാ, അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് കളറിനാണ് പറയാ, പിന്നെ അഹ്ലർ എന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ കളറിനാണ് പറയാ. അപ്പൊ ഈ കുട്ടി പറയാണ്, ഉരീദു കമീസുൻ അസ്വദ, ഐ വാണ്ട് ബ്ലാക്ക്. അസ്വദ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ഹൽ ഇന്ദക കമീസുൻ അസ്വദ്, നിങ്ങളുടെ അടുക്കല് ബ്ലാക്ക് കമീസ് ഉണ്ടോ? അപ്പൊ ഇവിടെ നോക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ നോക്കൂ, ഇബിനി, മുമ്പത്തെ അടിവരട്ട ഭാഗങ്ങൾ നോക്കുക. ഇബിനി, എന്റെ മകൻ. ഇന്തി, എന്റെ അടുക്കൽ. അപ്പൊ എന്റെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ പറയുന്ന മീറുകള് ഈ എന്നാണ്. ഇന്തി, വലതി, എന്റെ മകൻ. കലമി, എന്റെ പേന. ഇവിടെ ഇന്ദക്കാന്ന്, കാ പറയുമ്പോ നിന്റെ എന്നാണ്. ഇന്ദക്ക, നിന്റെ അടുക്കലുണ്ടോ? നിങ്ങളുടെ അടുക്കൽ എന്ന് പറയുമ്പോ ഇന്ദക്കും എന്നാവും. അത് ലേഡി ആണെങ്കിൽ ഇന്ദക്കി എന്നാവും. രണ്ടുപേരെ അടുക്കലുണ്ടോ നോക്കുമ്പോ ഇന്ദക്കുമാ എന്നാവും. അങ്ങനെ മാറലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുക്കല് ബ്ലാക്ക് കളറുള്ള കമീസ് ഉണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ അൽ ബായോ, വിൽപ്പനക്കാരൻ പറയും, തഫല്ലൽ പ്ലീസ്, ഹാദാ കമീസുൻ ആസ്വദ്. തഫൽ എന്ന് പറയുമ്പോ യെസ്, ഓക്കെ എന്നുള്ള അർത്ഥത്തിലൊക്കെ തഫല്ലൽ എന്ന് പറയാറുണ്ട്. ഹാദാ കമീസുൻ അസ്വദു, ഇത് കറുത്ത കളറുള്ള കമീസാണ്. വലൈസ സമനു ഖാലിയൻ, അതിന്റെ വിലയും വലിയ കൂടുതലല്ല. ഖാലി എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളതെന്ന് അർത്ഥം. ഇവിടെ വലൈസ സമനുഹു ഖാലിയൻ, അതിന്റെ വിലയും എന്തല്ല, വലിയ വിലയുള്ളതല്ല. ഇവിടെ സമനുഹു എന്ന് പറഞ്ഞു, കാരണം കമീസാണ്. അതിന്റെ വില, കമീസിന്റെ വില. കമീസ് മുദക്കറാണ്, മുഫറദാണ്. ഉമ്മ ചോദിക്കാണ്, ബിക്കം ഹാദൽ കമീസ്, എത്രയാണ് ഈ കമീസിന്റെ വില? വിൽപ്പനക്കാരൻ പറയുന്നു, ആദൽ ഖമീസു ബി മിഅത്തിൻ വ ഖംസീന റൂബിയൻ. മിഅത്തിൻ വ ഖംസീന എന്ന് പറയുന്നത് 150 ആണ്. അപ്പൊ ഈ കമീസിന്റെ വില 150 റുപ്പിയാണ്, റൂബിയത്താണ്. അപ്പൊ ഉമ്മ പറയാണ്, ഒരീതു കമീസൻ ആഖറ ലി ഇബ്നതി, എന്റെ മകൾക്ക് വേണ്ടി. എന്റെ മകൾ, അപ്പൊ അവിടെ എന്റെ എന്നുള്ളതിന് ഇബ്നതി, ഈ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മകൾക്ക് വേറൊരു കമീസ് ആവശ്യമുണ്ട്. അപ്പൊ അതിൽ ബിന്ദു, മകൾ പറയാണ്, അന ഉരീദു ലൗനൻ അഹ്മർ, ഞാൻ റെഡ് കളറാണ് ഇഷ്ടപ്പെടുന്നത്. യാ ഉമ്മി, എന്റെ ഉമ്മയെ. ഇവിടെ യാ ഉമ്മി, എന്റെ ഉമ്മ. അബി, എന്റെ പിതാവ്. അപ്പൊ ഈ എന്ന് ചേർത്താൽ എന്റെ എന്ന് അർത്ഥം കിട്ടും. ഇവിടെ അന, ഞാൻ. അപ്പൊ ഞാൻ എന്നുള്ളതിന് അന എന്നാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്, എല്ലാവർക്കും അറിയാമായിരിക്കും.
അപ്പൊ ബായി പറയണ ഹാദാ കമീസുൻ അഹ്മർ, ഇതാണ് റെഡ് കളറുള്ള കമീസ്. ഹൽ ആജബക്ക, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അൽ ആജബിക്കി എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കണ പോയിന്റ്, അൽ ആജബക്ക. നേരത്തെ അവിടെ ഹൽ ഇന്ദക്കാന്ന് ചോദിച്ചു, അയാള് പുരുഷനായതുകൊണ്ട്. ഇവിടെ ഇവിടെ ബിൻത്താണ്. ആ ബിൻത്തിനോട് ചോദിക്കുമ്പോൾ ആജബക്കി എന്ന് പറയണം. ആജബക്കി, നിനക്ക് ഇഷ്ടപ്പെട്ടോ അതിൽ കമീസ് യാ ഇബ്നത്തി, എന്റെ മകളെ. അങ്ങനെ ആഹദത്തിൽ ഹുമ്മൽ ഖമീസൈനി മിനൽ ബായി, ആ കച്ചവടക്കാരന്റെ അടുക്കൽ നിന്ന് രണ്ട് കമീസും വാങ്ങി. വ ദഫഅത്ത് സമനഹുമാ, അതിന്റെ രണ്ടിന്റെയും വില കൊടുത്തു. ദഫഅത്ത്, ഉമ്മ കൊടുത്തു എന്നാണ്. അപ്പൊ ഉമ്മയായതുകൊണ്ടാണ് ദഫഅത്ത് എന്ന് പറയുന്നത്. പിന്നെ അവിടെ അഹദത്ത് എന്ന് പറഞ്ഞു, അവിടെ ഉമ്മയാണ്. അപ്പൊ മുഅന്നസാകുമ്പോഴാണ് താവ് കൊടുത്തത്. പിന്നെ ദഫഅത്ത്, ഉമ്മ കൊടുത്തു, പേ ചെയ്തു. സമനഹുമ, അത് രണ്ടിന്റെയും. ഇപ്പൊ രണ്ടിന്റെയും എന്നുള്ളതിന് ഹുമ എന്നാണ് പറയാ. ഒന്നാകുമ്പോൾ ഹു, രണ്ടാകുമ്പോൾ ഹുമ. മാത്രമല്ല വ ഷക്കറത്തിൽ ബായിയ, ഷക്കറത്ത്, ഉമ്മ നന്ദി പറഞ്ഞു. അൽ ബായ, കച്ചവടക്കാരന്. അപ്പൊ ഉമ്മയായത് കൊണ്ടാണ് അവിടെ ഷക്കറത്ത് എന്ന് പറഞ്ഞത്. സുമ്മ തവജ്ജഹത്തിൽ ഉസ്രത്ത്, പിന്നെ ആ ഫാമിലി മൊത്തം മുന്നിട്ടു. ഇലാ മഹല്ലിൻ ആഹറ, മറ്റൊരു സ്ഥലത്തേക്ക്. ഫദഹബു ഇലാ മഹല്ലിൽ ഖുദ്രി, അങ്ങനെ അവര് പോയത് അടുത്തത് പച്ചക്കറി, വെജിറ്റബിൾ വിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ഖുദ്രിയാണ് വെജിറ്റബിൾ വിൽക്കുന്ന ആൾക്കാണ് ഖുദ്രി എന്ന് പറയാ. ഹദറാവാത്ത് എന്ന് പറഞ്ഞാല് വെജിറ്റബിൾസുകൾക്കാണ് പറയാ. ഇനി അവരും ഈ വെജിറ്റബിൾ വിൽക്കുന്ന ആളും തമ്മിലുള്ള സംഭാഷണമാണ്. അൽ ഖുദരി ചോദിക്കുന്നു, അഹ്ലം വസഹലം ബിക്കും, വാം വെൽക്കം. അഹ്ലം വസഹലം ബിക്കും എന്ന് പറഞ്ഞാല് ഈ പൊതുവെ ഒരാളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അറബികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അഹ്ലം വസഹലൻ ബിക്കും. നിങ്ങൾക്ക് അവിടെ, നിങ്ങൾ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് ബിക്കും എന്ന് പറഞ്ഞത്. ഇനി ഒരാളാണെങ്കിൽ അഹ്ലം വസഹലം ബിക്ക എന്ന് പറഞ്ഞാൽ മതി. ഇനി പെണ്ണാണെങ്കിൽ അഹ്ലം വസഹലം ബിക്കി എന്ന് പറയും. രണ്ടാണെങ്കിൽ അഹ്ലം വസഹലൻ ബിക്കുമ എന്ന് പറയും. അൽ ഖുദ്റാവാത്തുൽ യൗമ താസിജ, ഇന്നത്തെ പച്ചക്കറികളൊക്കെ വളരെ ഫ്രഷ് ആണ്. കസീറത്തുൻ, ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. വസ്സമനു റഹീസുൻ, പക്ഷെ വിലയാണെങ്കിലോ അത് വളരെ ചീപ്പുമാണ്. റഹീസ് എന്ന് പറഞ്ഞാൽ ചീപ്പ് എന്ന് പറയാം. ആ ഉമ്മ ചോദിക്കുന്നു, ഒരീതു ഹിയാർ, എനിക്ക് വേണ്ടത് ഹിയാർ വേണം, കുക്കുംബർ വേണം. ബസലൻ, ഒനിയൻ വേണം. തമാത്തിമ, ടൊമാറ്റോ വേണം. ബത്താത്തിസറ, പൊട്ടാറ്റോ വേണം. ഖിയാർ എന്നാൽ കുക്കുംബറിനാണ് പറയാ, കുക്കുംബർ ഖിയാർ. ബസല്, ഉള്ളി, ഒനിയൻ. ടൊമാറ്റിം, ടൊമാറ്റോ. ബത്താത്തിസ് എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ, പൊട്ടാറ്റോ. അപ്പൊ അങ്ങനെ അയാള് പാക്ക് ചെയ്യുന്നു. ഖുദരി പറയും, തഫല്ലൽ ഇതാ ഹുദി അൽ ഖിയാറ, നിങ്ങൾ പിടിച്ചോളൂ. ഖിയാർ, കൊക്കമ്പർ, ബസല്, ടൊമാറ്റോ, ബത്താത്തിസ് ഒക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. വഹൽ തുരീദീന ഷൈഅൻ ആഖർ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് വഹൽ തുരീദീന എന്നാ പറഞ്ഞത്, നിങ്ങൾ. തുരീദീന, അപ്പൊ തുരീദു എന്നാണ് ഒരാൾ. ഹൽ തുരീദു, നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹൽ തുരീദാ, നിങ്ങൾ രണ്ടുപേരെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹൽ തുരീദു, നിങ്ങൾ ഒരുപാട് പേര് ഉദ്ദേശിക്കുന്നുണ്ടോ? ഹൽ തുരീദീന, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓക്കെ, തുരീദു, തുരീദാനി, തുരീദൂന, തുരീദീന. ഓക്കെ. അപ്പൊ അത് അപ്പൊ ഉമ്മ പറയുന്നു, ഉരീദു ജസറൻ, എനിക്ക് ഇനി ജസറൻ, ക്യാരറ്റ് വേണം. ബാമിയ, വെണ്ടക്ക വേണം. വല്ല ഇമൂൻ, നാരങ്ങ വേണം. ഐലൻ, ജസർ എന്ന് പറഞ്ഞാല് ജസർ ക്യാരറ്റിനാണ് പറയാ. ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കാണ് പറയാ. ലൈമു എന്ന് പറഞ്ഞാൽ ലെമൺ. അങ്ങനെ ഹുദരി അത് പാക്ക് ചെയ്യുന്നു. തഫല്ലൽ ഇതാ ഹുദി അൽ ജസറ വല്ല ബാമിയ വല്ലയും, ഇത് മൂന്നും പിടിച്ചോളൂ. ദഫാത്തിൽ ഉമ്മ അൽ ഫുലൂസ്, ഉമ്മ നാണയത്തുട്ടുകൾ കൊടുക്കുന്നു. ഫുലൂസ് എന്ന് പറഞ്ഞ നാണയങ്ങൾക്കാണ് പറയാ. ഷക്കറത്തിൽ ഹുദരിയ, അങ്ങനെ ഉമ്മ ഈ വെജിറ്റബിൾ കടക്കാരൻ നന്ദി പറഞ്ഞു. അൻസറഫത്ത്, അങ്ങനെ അവര് തിരിഞ്ഞു പോയിരുന്നു. വദഹബത്തുൽ ഉസ്രത്ത്, പിന്നെ ആ ഫാമിലി പോയത് ഇൽ ഫാക്കിഹി, ഈ ഫ്രൂട്ട് വിൽക്കുന്ന ആളുടെ അടുത്താണ്. വഷ്തറോ, അങ്ങനെ അവർ വാങ്ങി. നോക്കൂ, വഷ്തറോ, അവർ. ഒരാളാണ് വാങ്ങി എന്നുണ്ടെങ്കിൽ ഇഷ്തറ എന്ന് പറഞ്ഞാൽ മതി. ഒരു പെണ്ണാണെങ്കിൽ ഇഷ്തറത്ത് എന്നാണ് പറയാം. രണ്ടു പേരാണെങ്കിൽ ഇഷ്തറ എന്ന് പറയുന്നു. ഇവിടെ വഷ്തറോ എന്നാണ്. ഇവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് വഷ്തറോ, അവർ വാങ്ങി. അൽ മൗസ, വാഴപ്പഴം. വൽ ബുർത്തുകാല, നാരങ്ങ, മധുരനാരങ്ങ. തുഫാഹ, ആപ്പിള്. വ റുമ്മാന, ഏഹ്, റുമ്മാൻ. റുമ്മാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് പറയാ, ആ കുരുവൊക്കെ ഉള്ള. ഓക്കെ, റുമ്മാൻ പഴം എന്ന് പറയും. റുമ്മാൻ പഴം, ഉറുമാൻ പഴം എന്ന് ചിലയിടത്ത് പറയും. ഹബൽ വാലിദു, അങ്ങനെ പിതാവ് പോയി. ബി ഉസ്രത്തി, എന്റെ ഫാമിലിയുമായിട്ട്. വീണ്ടും അവിടെ ബി ഉസ്രത്തി ഹി എന്ന് പറഞ്ഞു, കാരണം പിതാവാണ് അവിടെ ഹി, പിതാവാണ് ഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഹി എന്ന് പറഞ്ഞത്. ഇതിൽ മക്കഹ എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പിലേക്ക്. മക്കഹ, കോഫി ഷോപ്പ്. കഹ്വത്ത് എന്ന് പറഞ്ഞാൽ കോഫിക്കാണ് പറയാ. മക്കഹ, കോഫി വിൽക്കുന്ന സ്ഥലം, കോഫി ഷോപ്പ്. അങ്ങനെ അവ ജലസൽ അബവാനി,
പേരൻസുകൾ, അപ്പൊ വനിയറിൽ മാതാവും പിതാവും ഇരുന്നു, അൽ മഖ്താദിന് അവരുടെ സീറ്റില്. ഷരീബ, അവർ രണ്ടുപേരും കുടിച്ചു. ഷരീബ, നോക്കൂ, ഷരീബ ഒരാൾ കുടിച്ചു, ഷരീബ രണ്ടുപേരും കുടിച്ചു. അൽ കഹ്വത്ത, കോഫി. പിന്നെ ജലസൽ വലതാണ്, രണ്ട് കുട്ടികൾ ഇരുന്നു. അൽ കുർസിയൈൻ, അവരുടെ രണ്ടുപേരുടെയും ചെയറിൽ അവർ രണ്ടുപേരും ഇരുന്നു. ഷരീബ, അങ്ങനെ അവർ രണ്ടുപേരും കുടിച്ചു. അൽ അസീർ, ജ്യൂസാണ് കുടിച്ചത്. ജ്യൂസിന്റെ അറബിയാണ് അൽ അസീർ. ഇവിടെ ഷരീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷരീബ അവർ രണ്ടുപേരും. ഓക്കെ. വലമ്മ ഹറജ്, അങ്ങനെ അവര് ഒക്കെ കഴിഞ്ഞു. അവര് പുറപ്പെട്ടു. മിൽ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അവിടെ ഹറജു എന്നാണ് പറഞ്ഞത്. എല്ലാരും ഉണ്ട്. ഹറജു ഹബു, അവരെല്ലാരും പോയി. ഹബു ഇലൽ മൗഖിഫി സയ്യാറത്തി, അങ്ങനെ വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. വറജു, അവരൊക്കെ മടങ്ങി. സയ്യാറത്തിഹിം, അവരുടെ വാഹനങ്ങളിൽ. ഇലാ ബൈത്തിഹിം, അവരുടെ വീട്ടിലേക്ക്. മസ്റൂറിനെ, സന്തോഷിക്കുന്നവരായ നിലയിലേ എന്നാണ്. അപ്പൊ ഇവിടെ ബിസയ്യാറാത്തിഹിം, ബിസയ്യാറത്തിഹിം അവരുടെ, അവർ ഒരുപാട് പേരുണ്ടായതുകൊണ്ടാണ് ബിസയ്യാറത്തിഹിം എന്ന് പറഞ്ഞത്. ഇലാ ബൈത്തിഹിം, അവിടെയും ഒരുപാട് പേരുണ്ട്. അല്ല, ഇലാ ബൈത്തിഹിം അവരുടെ. ഒരാളാണെങ്കിൽ ഇലാ ബൈത്തിഹി എന്ന് പറഞ്ഞാൽ മതി. അതൊരു പെണ്ണാണെങ്കിൽ ഇലാ ബൈത്തിഹ എന്ന് പറഞ്ഞാൽ മതി. രണ്ടുപേരുണ്ടെങ്കിൽ ഇലാ ബൈത്തിഹിം എന്ന് പറയണം. ഒരുപാട് സ്ത്രീകളാണെങ്കിൽ ബൈത്തിഹിന്ന എന്ന് പറയണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, അത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായത് കൊണ്ടാണ് ബൈത്തിഹിം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലമീറുകളുടെ ഘടനയാണ് നമ്മൾ ഇതിൽ നിന്ന് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അലമീറുകൾ ഘടന എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിന്റെയും വാക്കുകളൊക്കെ പരിചയപ്പെട്ടു. അതിനേക്കാൾ അപ്പുറത്ത് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ലമീറുകൾ എങ്ങനെ മാറുന്നു, ജമ്മാകുമ്പോൾ എങ്ങനെ മാറുന്നു, തസ്നിയാകുമ്പോൾ എങ്ങനെ മാറുന്നു, അതിന്റെ ആ ഒരു ഓർഡറിങ് പഠിക്കലാണ് ഇതിൽ പ്രധാനം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ശുക്രൻ, ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.